സംസ്ഥാനത്ത് 4 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരാൻ സാധ്യത. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത എന്ന് മുന്നറിയിപ്പുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. അലക്സ് മുഹമ്മദ് വിവരങ്ങളും ചേരുന്നു. അലക്സ്, എന്ന് പറഞ്ഞാൽ നല്ല കട്ട മഴയായിരിക്കുമെന്നാണോ അടുത്ത 4 ദിവസം? ഹഷ്മി, അങ്ങനെയല്ല. കാലവർഷം സജീവമാകാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത സംസ്ഥാനത്ത് അടുത്ത 4 ദിവസമുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രവചനം. അപ്പോഴും വടക്കൻ കേരളത്തിൽ ഒരുപക്ഷെ മഴ കനത്തേക്കാനുള്ള സാധ്യതയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട്. വടക്കൻ കേരളത്തിൽ അടുത്ത 4 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത പ്രവചിക്കുന്നുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് വടക്കൻ കേരളത്തിലെ ഏതാണ്ട് 5 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 7 മുതൽ 11 സെന്റിമീറ്റർ വരെ മഴയ്ക്ക് വടക്കൻ കേരളത്തിൽ സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും വടക്കൻ കേരളത്തിലെ 4 ജില്ലകളിൽ പിന്നെയും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിനുശേഷം മഴയുടെ തീവ്രത കുറയും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. എന്താണെങ്കിലും ജാഗ്രത വേണം. മലയോര മേഖലയിലടക്കം ജാഗ്രത വേണം. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ആവർത്തിച്ച് നൽകുന്നുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും മറ്റു തടസ്സങ്ങളില്ല. പക്ഷേ കേരള തീരത്തും തമിഴ്നാട് തീരത്തും ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുള്ളതായി മുന്നറിയിപ്പുണ്ട്. അതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും അറിയിക്കുന്നുണ്ട്. ഹാഷ്മി, ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ്, കാറ്റും അതിനോട് അനുബന്ധ പ്രക്രിയകളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഒന്ന് സൂക്ഷിച്ചും ജാഗ്രതയോടൊക്കെ ഇരിക്കുക.